നമസ്കാരം. ഫാദർ തോമസ് ഹോപ്കോയുടെ ഒരു സുന്ദര കൃതിയുണ്ട്, ദ ലണ്ടൻ സ്പ്രിംഗ്. ആദിമസഭാ പാരമ്പര്യത്തിലെ അനവധി ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു നോമ്പുകാല കുറിപ്പ് പുസ്തകമാണത്. മരുഭൂമിയിലെ മഹാതാപസന്മാരുടെ സാംസ്കാരിക ബോധ്യത്തിൽ നിന്ന് ക്രൈസ്തവ ആധ്യാത്മികത സ്വീകരിച്ചിട്ടുള്ള ഒരു ധാരണ ഈ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം പങ്കുവെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വിതൗട്ട് ടെംപ്റ്റേഷൻസ് നോ വൺ ക്യാൻ ബി സേവ്ഡ്. യേശു നേരിട്ട പരീക്ഷകളിൽ തുടങ്ങുന്നു അത്ര ഈ പാഠം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ കാണുന്നത്. ഇത് ക്രിസ്തുവിനെ അനുകരിക്കുന്ന എല്ലാവർക്കുമുള്ള പാഠമാണ്. സെയിൻറ്റ് ഐസക് ദ സിറിയൻ്റെ വിശദീകരണവും ഇവിടെ ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നിന്റെ ജീവിത ഗമനത്തിൽ ഒന്നും നിന്നെ അലട്ടുന്നില്ലെങ്കിൽ നീ സൂക്ഷിക്കണം. സത്യത്തിലേക്കുള്ള വഴിത്താരയിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തുവാൻ പരീക്ഷകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നീ ജാഗരൂകനായിരിക്കണം. കാരണം സത്യത്തോട് അടുക്കും തോറും നിരവധി പരീക്ഷകളിലേക്ക് നീ കടക്കേണ്ടി വരുമെന്നാണ് വിശുദ്ധന്മാരുടെയും ജീവിതം ഓർമ്മിപ്പിക്കുന്നത്. God never gives a large gift and small temptations. നിന്റെ സഹനദൂരം നിന്റെ മഹത്വപ്രാപ്തിക്ക് അനുസൃതമായിരിക്കും. നിന്റെ താഴ്മയാൽ നീ നിന്റെ കഷ്ടതകളെ സഹിഷ്ണുതയോടെ നേരിടും. നിന്റെ സഹിഷ്ണുതയിൽ നീ ആശ്വാസം കണ്ടെത്തും. അവനിലുള്ള നിന്റെ ആശ്വാസം അവനോടുള്ള നിന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കും. അവനോടുള്ള നിന്റെ സ്നേഹം നിന്റെ ആനന്ദം പൂർണ്ണമാക്കും. ലോകത്തിൽ കഷ്ടതകളുണ്ട്, അത് നമുക്ക് ജയിക്കാനുള്ളത് ആണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും തോറ്റുപോകാറുണ്ടല്ലേ. എന്നാൽ വീണ്ടും വീണ്ടും പരീക്ഷയുണ്ടാകും. എഴുതി എഴുതി ജയിക്കാനാവണം പ്രിയരെ. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ എഴുത്ത് നമ്മെ ശക്തിപ്പെടുത്തും. എബ്രായർ 11 അധ്യായം പൂർണ്ണമായി വായിച്ചതിന് ശേഷം വേണം ഈ വരികളിലേക്ക് കടക്കുവാൻ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സംഘം നമുക്ക് ചുറ്റുമുള്ളതിനാൽ നമുക്ക് സർവഭാരവും നമ്മോട് മുറുകെ പറ്റിച്ചേർന്നിരിക്കുന്ന പാപവും വിട്ട് ഓടാനുള്ള ഓട്ടം ക്ഷമാപൂർവം ഓടാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിന് പൂർണ്ണത നൽകുന്നവനുമായ യേശുവിൽ ദൃഷ്ടി ഉറപ്പിച്ച് നമുക്ക് ഓടാം. അവൻ തനിക്ക് ലഭിക്കാനിരിക്കുന്ന ആനന്ദത്തെ ചൊല്ലി അപമാനം വകവെക്കാതെ ക്ഷമാപൂർവം കുരിശ് വഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തിരിക്കുന്നു. പരിക്ഷീണരാവുകയോ മനസ്സ് തളർന്നു പോവുകയോ ചെയ്യാതിരിപ്പാൻ നിങ്ങൾ പാപികളിൽ നിന്ന് ഇത്രയധികം ദ്രോഹം വരിച്ച അവനെ ഓർക്കുക. പാപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രക്തം ചിന്തുന്നിടം വരെ ഇനിയും നിങ്ങൾ എത്തിയിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമസ്കാരം.